സ്വാഗതം. പരിയാപുരം ക്രിസ്ത്യൻ പള്ളിക്ക് സമീപം വളവിൽ മിക്സർ മെഷീനുമായി വന്ന മിനി ടിപ്പർ ലോറി മറിഞ്ഞ് ഉണ്ടായ അപകടത്തിൽ ഡ്രൈവർ മരിച്ചു. താഴേക്കാട് സ്വദേശി ബാലനാണ് മരിച്ചത്. വാഹനത്തിലുണ്ടായിരുന്ന ബീഹാർ സ്വദേശിക്ക് ഗുരുതരമായി പരിക്കേറ്റു. തൃശൂർ കോഴിക്കോട് ദേശീയപാത വെട്ടിച്ചിറയിൽ ഓവർടേക്ക് ചെയ്ത് സഞ്ചരിച്ച ഗുഡ്സ് വാൻ ബുള്ളറ്റ് യാത്രികനെയും വലിച്ചു നീങ്ങിയത് മീറ്ററുകളോളം ദൂരം. വെട്ടിച്ചിറ ടൗൺ ജുമാ മസ്ജിദിന് സമീപം വെച്ചായിരുന്നു അപകടം. കരിപ്പൂർ വിമാനത്താവള വികസനത്തിന് വിമാനത്താവള അതോറിറ്റി സ്ഥലം ഏറ്റെടുത്ത ശേഷം കൊണ്ടോട്ടി, നെടിയിരുപ്പ്, പള്ളിക്കൽ വില്ലേജുകളിൽ നിലനിൽക്കുന്ന ഭൂമി ക്രയവിക്രയ മരവിപ്പ് പരിഹരിക്കണമെന്ന് വിമാനത്താവള സമരസമിതി. ഇക്കാര്യം ഉന്നയിച്ച് സമിതി ഭാരവാഹികൾ എംപിമാരായ അബ്ദുസമദ് സമദാനി, MK രാഘവൻ, TV ഇബ്രാഹിം MLA, വിമാനത്താവള ഡയറക്ടർ എന്നിവർക്ക് നിവേദനം നൽകി. മാസങ്ങൾക്ക് മുൻപ് ഉദ്ഘാടനം ചെയ്ത തിരൂരങ്ങാടിയിലെ ജില്ലാ പൈതൃക മ്യൂസിയത്തിന്റെ കാഴ്ച മറയുന്ന രീതിയിലെ വാഹന പാർക്കിംഗ് ഒഴിവാക്കണമെന്ന ആവശ്യം ഉയരുന്നു. വഴിയാത്രക്കാർ നിർത്തിയിട്ട് പോകുന്ന വാഹനങ്ങൾക്കൊപ്പം സമീപത്തെ പോലീസ് സ്റ്റേഷനിലും പിടിച്ചെടുത്ത വാഹനങ്ങളും ഇവിടെയുണ്ട്. വാഹനങ്ങൾ നീക്കം ചെയ്ത് പരിസരം വൃത്തിയാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. സർക്കാർ ഉത്തരവുകൾ പാലിക്കാതെ പൊന്നാനി നഗരസഭയിൽ താൽക്കാലിക ജീവനക്കാർക്ക് പിൻവാതിൽ നിയമനമെന്നാരോപിച്ച് കൗൺസിൽ യോഗം UDF കൗൺസിലർമാർ തടസ്സപ്പെടുത്തി. നഗരസഭാ കൗൺസിൽ അജണ്ടയിൽ പ്രതിഷേധിച്ച് UDF കൗൺസിലർമാർ യോഗം ബഹിഷ്കരിച്ചു. കർക്കിടകം ഭാഗത്ത് നാട്ടിലിറങ്ങിയ കുരങ്ങ് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നതായി പരാതി. GLP സ്കൂളിന് പരിസരത്തെ വീടുകളിലാണ് ഒരാഴ്ചയിലധികമായി കുരങ്ങ് ശല്യം രൂക്ഷമാകുന്നത്. ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി ലോകബാങ്കിന്റെയും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെയും സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി മലപ്പുറത്ത് വൻ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. ആദ്യഘട്ടത്തിൽ 17 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് രൂപം നൽകിയത്. പൂക്കോട്ടൂരിൽ ഭൂമി തരമാറ്റുന്നതിന്റെ മറവിൽ നെൽവയൽ നികത്തിയെന്ന പരാതിയിൽ കർശന നടപടിക്ക് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. നികത്തിയ നെൽവയൽ പൂർവ്വസ്ഥിതിയിലേക്കാക്കണമെന്നും ഇല്ലെങ്കിൽ തണ്ണീർത്തട നിയമം ലംഘിച്ച ഭൂവുടമയ്ക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ VR വിനോദ് ഉത്തരവിൽ പറയുന്നു. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.